ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും 9,600 രൂപയാണ് കുടിശ്ശികയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. വിശദമായിട്ടുള്ള അറിയിപ്പ് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ട് ഇപ്പോൾ ഏകദേശം 9,600 രൂപയോളം ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു തുക വിതരണം ചെയ്യാനുള്ള നടപടി എങ്ങനെയാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഒരു നടപടിയുമായിട്ടാണ് സംസ്ഥാന ധനകാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും മുന്നോട്ട് വരുന്നത്. ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശ്ശികയൊക്കെ കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായതുപോലുള്ള വലിയ തിരിച്ചടികൾ ഇനി നിയമസഭാ ഇലക്ഷനിലും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുമെന്നാണ് ഇടതുമുന്നണിയുടെ പല ഭാഗത്തു നിന്നും ഉള്ള അറിയിപ്പ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന ഏകദേശം 9,600 രൂപയോളം പണം ഈ ഒരു തുക വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ്. പ്രത്യേകിച്ച് ഒറ്റത്തവണയായിട്ട് തുക വിതരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയ പണം അല്ലെങ്കിൽ വലിയ തുക ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടതായിട്ട് വരും. ഒരു മാസത്തെ തുക അടയ്ക്കുന്നതിന് വേണ്ടി തന്നെ അല്ലെങ്കിൽ ഒരു മാസത്തെ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഏകദേശം 900 കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 5,000 കോടി രൂപ ഒറ്റയടിക്ക് വിതരണം ചെയ്യാൻ, ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പുകൾ പ്രകാരം ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യാനുള്ള നടപടിയുമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു തുക ഗഡുക്കളായിട്ട് വിതരണം ചെയ്യാനുള്ള നടപടി. ഇപ്പോൾ ഓരോ മാസത്തെ തുക വീതം വിതരണം ചെയ്തു പോവുക. അതിനുശേഷം ഇടയ്ക്ക് 2 മാസത്തെ ഗഡു, 1 മാസത്തെ ഗഡു കൂടുതലായിട്ട് വിതരണം ചെയ്യാനുള്ള നടപടി. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് 1 മാസത്തെ തുക ലഭിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുടിശ്ശിക ഇനത്തിലുള്ള 2 മാസത്തെ തുക കൂടി ലഭിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ 4,800 രൂപ വരെയൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഈ ഒരു തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇനിയും സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരുമെന്നാണ് ഇടതുമുന്നണിയിൽ തന്നെയുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി ലോക്സഭാ ഇലക്ഷന്റെ ഒക്കെ വലിയ രീതിയിലുള്ള നാണംകെട്ട തോൽവിക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യും. അത് വിതരണം ചെയ്യാതിരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. തുക വിതരണം ചെയ്യും. കുടിശ്ശിക ഇനത്തിലുള്ള തുക കൂടി ഉടനെ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഈ തുക ഏത് ദിവസങ്ങളിലായിട്ടായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ല. പക്ഷേ എല്ലാ മാസങ്ങളിലും, അപ്പോൾ ഈ മാസത്തെ തുക, ഈ 1 മാസത്തെ തുക ഈ മാസം വിതരണം ഉണ്ടാവും, അതിലൊരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ മുൻപ് തന്നെ പലരും ചോദിച്ചിരുന്നു, പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയിരുന്നു, 2 രൂപ വീതമുള്ള സെസ് ഏർപ്പെടുത്തിയിരുന്നു. ഈ തുക എന്തിനു ഉപയോഗപ്പെടുന്നു? ഇതുവരെയായിട്ട് ഇത് സംബന്ധിച്ചുള്ള വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം. പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ സെസ് പിരിക്കുന്ന വകയിൽ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 1,000 കോടി രൂപയ്ക്ക് താഴെ മാത്രമേ ലഭിക്കൂ എന്നാണ് ധനകാര്യ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊക്കെ ഒന്ന് സർക്കാർ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിയമസഭാ ഇലക്ഷനൊക്കെയാണ് ഇനി വരുന്നത്. ആ സമയത്ത് തുക 2,500 എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ 2ാമത്തെ തവണ അധികാരത്തിലേറുന്ന സമയത്ത്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളൂടി ഒന്ന് നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ്. തുക വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസം. മാത്രമല്ല കോടതികളിൽ ഈ ഒരു സംഹിതയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ക്ഷേമ പെൻഷൻ കാരണമാണ് സംസ്ഥാന സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത്, ഇപ്പോൾ ഭരിക്കുന്ന ഇടതുമുന്നണി അധികാരത്തിൽ വന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കേണ്ടത് തികച്ചും യാദൃശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയിപ്പ് വരുന്നവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതുമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.